ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുതിയ കാർ ഓടിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. കാർ പുതിയതാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യ നാളുകളിലെ ഉപയോഗത്തെ ആശ്രയിച്ചായിരിക്കും കാറിന്റെ മികവും പ്രകടനക്ഷമതയും. തുടർകാലത്ത് പുതിയ കാറിന്റെ ഉടമയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ഓരോ കാറും ആദ്യ സർവീസ് വരെ എങ്ങനെ ഓടിക്കണമെന്ന് നിർമ്മാതാക്കൾ നിഷ്കർഷിക്കും. പാലിക്കാൻ ഉടമകൾ ബാധ്യസ്ഥരുമാണ്. കാർ പുത്തനാണ്, അതുപോലെ തന്നെ ഘടകങ്ങളും. ഡ്രൈവിങ്ങിനൊത്ത താളം കണ്ടെത്താൻ ഘടകങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായുണ്ട്. ഇതിൽ എഞ്ചിൻ, ബ്രേക്കുകൾ, ട്രാൻസ്മിഷൻ, ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും. പുതിയ കാർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. കടിഞ്ഞാണിട്ട ബ്രേക്കിംഗ്. പുതിയ കാറുകളിൽ അതത് നിർമ്മാതാക്കളെ ആശ്രയിച്ച് ആദ്യ സർവീസിനുള്ള കാലാവധി വ്യത്യസ്തമായിരിക്കും. പൊതുവെ 1500 കിലോമീറ്ററിലാണ് ആദ്യ സർവീസ്. ഇതേസമയം ഫോർഡ്, ഫോക്സ്വാഗൺ പോലെയുള്ള നിർമ്മാതാക്കൾ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷമാണ് ആദ്യ സർവീസിനുള്ള കാലാവധി നൽകുന്നത്. എന്തായാലും 1000 കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് ആവേശങ്ങളെ കടിഞ്ഞാനിട്ട് നിർത്തുന്നതാകും ശരി. ഇതിനുശേഷം എഞ്ചിൻ വേഗത വർദ്ധിപ്പിച്ച് ചുവപ്പ് വരെ തൊടാം. ഈ സമയം കൊണ്ട് കാർ അതിന്റെ താളം കണ്ടെത്തിയിട്ടുണ്ടാവും. എഞ്ചിനെ ചുമടെടുപ്പിക്കരുത്. ആദ്യ നാളുകളിൽ എഞ്ചിനെ കൊണ്ട് കൂടുതൽ ചുമടെടുപ്പിക്കരുത്. എഞ്ചിൻ പ്രവർത്തനം സുഗമമായി നിലകൊള്ളാൻ കുറഞ്ഞ RPM നില നിർണായകമാണ്. ആദ്യ സർവീസ് വരെ എഞ്ചിൻ വേഗത 2500 RPMൽ താഴെ നിൽക്കുന്നതാണ് ഉത്തമം. 1000 കിലോമീറ്ററിന് ശേഷം പതിയെ എഞ്ചിൻ വേഗത 3000-3500 RPMലേക്ക് കൊണ്ടുവരാം. കാർ ഡീസലെങ്കിൽ ആദ്യ 1500 കിലോമീറ്റർ വരെ എഞ്ചിൻ വേഗത 2000-2500 RPMൽ നിലകൊള്ളണം. ഡീസൽ കാറുകളുടെ പ്രകടനക്ഷമതയ്ക്ക് ഇതും അത്യാവശ്യമാണ്. ആദ്യ സർവീസിന് ശേഷം എഞ്ചിൻ വേഗത 3000 RPM വരെ കടക്കാം. മിക്ക ഡീസൽ കാറുകളിലും 2000 RPMൽ തന്നെ ഭേദപ്പെട്ട ടോർക്ക് ലഭ്യമായി തുടങ്ങും. അതുകൊണ്ട് കരുത്ത് നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ട. അതുപോലെ തന്നെ മൃദുവായിരിക്കണം ആക്സിലറേഷന്റെ ഉപയോഗവും. അനാവശ്യമായി എഞ്ചിൻ ഇരമ്പിക്കുന്ന ശീലം നിർബന്ധമായും നിർത്തണം. എഞ്ചിന്റെ ആയുസിനെ ഇത് ബാധിക്കും. ഒപ്പം കാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഓരോ 2 മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഓടിച്ചു പോകാൻ ശ്രമിക്കുക. വിവിധ സന്ദർഭങ്ങളിലൂടെ ഓടിക്കുക. പുതിയ കാർ ഒരേ വേഗത്തിൽ തന്നെ ഓടുന്നത് ശരിയായ നടപടിയല്ല. പുതിയ കാറിന്റെ വേഗത തുടരെ വ്യതിയാനപ്പെടുത്തണം. വിവിധ RPMകളോട് കാർ പൊരുത്തപ്പെടണം. പുതിയ കാറിന്റെ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഒപ്പം എഴിഞ്ഞു നീങ്ങുന്ന ഗതാഗതക്കുരുക്കും ഉയർന്ന ഗിയറിൽ പതിയെ ഓടിക്കാനും ഇക്കാലയളവിൽ ശ്രമിക്കരുത്. 100 കിലോമീറ്റർ വേഗത പിന്നിടരുത്. ആദ്യ 100-200 കിലോമീറ്റർ 100 മീറ്റർ വേഗം പിന്നിടരുത്. ആദ്യ 300 കിലോമീറ്റർ വരെ ശക്തമായ ബ്രേക്കിംഗ് നടപടികളിൽ നിന്നും മാറി നിൽക്കണം. ഒറ്റയടിക്ക് കാർ വേഗത്തിലെത്തിക്കാതെ പതിയെ വേഗത കൂട്ടി വരേണ്ടതും പ്രകടനക്ഷമതയ്ക്ക് അനിവാര്യം. സിന്തറ്റിക് ഓയിൽ വേണ്ട. ആദ്യ സർവീസ് വരെ കാറിൽ സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കരുത്. ഉയർന്ന ലൂബ്രിക്കേഷൻ സ്വഭാവമാണ് സിന്തറ്റിക് ഓയിലിന്. ഇത് പുത്തൻ കാർ ഘടകങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ആദ്യകാലത്ത് സാധാരണ മിനറൽ ഓയിൽ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ശുപാർശ ചെയ്യുന്ന ഗ്രേഡ് ഓയിൽ തന്നെ ഉപയോഗിക്കണം. രണ്ടാം സർവീസ് അല്ലെങ്കിൽ 5000 കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷം മാത്രം സിന്തറ്റിക് ഓയിൽ ഒഴിക്കാം. ആദ്യ സർവീസ്. ഒരിക്കലും ആദ്യ സർവീസ് വിട്ടുപോകരുത്. സൗജന്യമാണ് ആദ്യ സർവീസ്. ഓയിൽ മാറ്റം, പ്രകടനക്ഷമത പോലെയുള്ള കാര്യങ്ങൾ സർവീസ് സെന്ററുകൾ ആദ്യ സർവീസിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. കാറിന് വിറയൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യ സർവീസ് തന്നെ ഇത് പരിഹരിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ.